വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കാത്ത ഒരു പായസമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഈ പായസം. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഉണങ്ങലരി വേവിച്ചെടുത്തതാണ്. പച്ചരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഉണങ്ങലരിയാണ് വേവിച്ചെടുത്തത് കുക്കറിലിട്ടിട്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പപ്പായ. പപ്പായ നല്ലപോലെ പഴുക്കണം. കയ്യിലെടുത്താൽ ഒടയുന്ന വിധത്തിലായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള പപ്പായ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ പാതി പഴുത്ത പപ്പായൊന്നും ഇതിന് പറ്റില്ല. ഇനി നമ്മൾ ഈ ചോറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഉടച്ചു കൊടുക്കണം. ഇപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ വെച്ചിട്ട് ഈ നമ്മുടെ വേവിച്ച് വെച്ച ഈ ചോറിൽ തന്നെ ഇട്ടിട്ട്, അതായത് ഉണങ്ങലരിയുടെ ചോറിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുക്കുക. ഈ കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോളൂ. മധുരം ഓരോരോ ആൾക്കാർക്കും അവരുടെ വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ. അപ്പം മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലപോലെ തിളച്ച് വരും. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ ഒന്നിത് കുറുക്കിയെടുക്കുക. ഒന്ന് ആ പപ്പായ ഒന്ന് വെന്ത് കിട്ടണം. ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം. 1 അല്ല 2 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലുണ്ട്. ഇത് തേങ്ങാപ്പാലല്ല, നമ്മുടെ പശുവും പാൽ തന്നെയാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇത് തിളപ്പിച്ചെടുക്കണം. പാലൊഴിച്ചിട്ട് ഓവറായിട്ട് നമ്മൾക്ക് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ പായസം റെഡി ആയി കിട്ടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു പായസമാണിത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളവന്ന ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് കൊടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് അത് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് നമ്മുടെ പായസത്തിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് പപ്പായ പായസമാണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു പായസമാണ്. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് പപ്പായ പായസമാണെന്ന് അറിയുള്ളൂ. അപ്പം അത്രയും സ്വാദുള്ള ഒരു പായസമായതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ തന്നെ പായസം ഉണ്ടാക്കും. പപ്പായ കിട്ടിയാൽ 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ?